Z1000 കേട്ടോ, ഒരു രക്ഷയില്ല, മാരക ലുക്ക്. പിന്നെ നമ്മളെ ഫയർ ബ്ലേഡ് 10R, നിഞ്ച 1000SX, Z800, Z900, 2 GS. പിരലി സൂപ്പർ കോഴ്സാണ്. വെറ്റ് ഗ്രിപ്പ് വല്ലാണ്ടില്ല, വല്ലാണ്ട് കോർണറേ ശ്രമിക്കേണ്ട. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത്. നാട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു റൈഡ് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഗ്ലൗ മാത്രമേ ഇടുന്നുള്ളൂ, കോട്ടൊന്നും എടുത്തിട്ടില്ല, ജാക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നിവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, വലിയ സീനില്ല, പക്ഷേ ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ടായിരുന്നു. പോയി നോക്കാം, കുറേ കാലം ഇവരെ കൂടെ റൈഡ് പോയിട്ട്. അപ്പം പോയി നോക്കാം. നമ്മൾ അങ്ങോട്ടുമില്ല, കോഴിക്കോട് ബീച്ചിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വണ്ടി ഒന്ന് ബാക്ക് എടുത്താട്ടെ കേട്ടോ. ടാറ്റാ. സോ ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു 10R കൂടെ ഉണ്ട്. പുള്ളി പമ്പിൽ പോയിട്ടുണ്ട്. പമ്പിൽ പോയി അവിടെ ഒരു നമ്മുടെ ഹൈവേൻ്റെ അവിടെ എൻട്രി അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇവിടെ നിന്നൊന്നും നമുക്ക് എൻട്രി ഇല്ല. നമുക്ക് എൻട്രി വരുന്നത് കുറച്ചപ്പുറത്ത്, ഒരു കിലോമീറ്റർ മാറിയിട്ട് അങ്ങോട്ടാണ് എൻട്രി വരുന്നത് കേട്ടോ. ഇന്നലത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു NH66 ബൈക്ക്, ട്രാക്ടർ, ഓട്ടോറിക്ഷകൾക്കൊന്നും എൻട്രി ഇല്ല എന്നും പറഞ്ഞിട്ട് അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ ഹൈവേക്ക് പലയിടത്തും സർവീസ് റോഡൊന്നുമില്ല. ഇതാണ് നമുക്കുള്ള എൻട്രി. ഇവിടെ സൈൻ ബോർഡ് ഇത് ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതിന് ശേഷം വെച്ചതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാരാണാവോ? ഹായ്, കുറേ നേരം വന്നിട്ട് പോരായോ? ആരുണ്ടോ? വരാണ്ടോ? ആ, എന്നാ പോവാ. അപ്പോൾ ഇത് ആക്ച്വലി ഇത് കോഴിക്കോട് ബീച്ചിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞ്. എനിക്ക് വല്ല പ്ലാനുകളൊന്നും അറിയില്ല, കാരണം ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഇവരെ കൂടെ റൈഡിന് പോകുന്നുള്ളൂ.
കാലത്തിന് ശേഷമാണ്, കുറേ കാലത്തിന് ശേഷമല്ല, ഈ റോഡ് പണിതതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ വണ്ടി കൊണ്ട് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊരു ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡായ ഒരു ബൈക്കാവല്ലോ, അങ്ങനെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ മഴ പെയ്തുണ്ട് കേട്ടോ. ഞാനാണ് വണ്ടി ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഉള്ളതാ. ചെളിയൊന്നുമില്ല, റോഡ് ക്ലീനാണ്, അതുകൊണ്ട് വലിയ സീനില്ല. പിരലി സൂപ്പർ കോഴ്സാണ്, വെറ്റ് ഗ്രിപ്പ് വല്ലാണ്ടില്ല, വല്ലാണ്ട് കോർണർ ചെയ്യാൻ ശ്രമിക്കേണ്ട. ചെളി ഇതിലൂടെ തെറിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ടാങ്കിലൊക്കെ നല്ല രീതിയിൽ ചെളി ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടോള് വരുന്നത് കേട്ടോ. കോഴിക്കോട് ഭാഗത്തോട്ട് പോകുമ്പം, അതുപോലെ കോഴിക്കോട് നിന്ന് വരുമ്പോഴും ഉള്ള ടോൾ ഗേറ്റ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ ഹൈലൈറ്റൊക്കെ എത്തുന്നതിന് മുമ്പ്, അതായത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഹൈലൈറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങ് വന്നാൽ കേട്ടില്ല, എന്താ പറഞ്ഞേ? ഓ, യു ടേൺ പോണോ? അവിടെ എക്സിറ്റ് എടുക്കണമായിരുന്നു അല്ലേ? കോഴിക്കോടിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഈ പച്ച ബസ്, പച്ച സിറ്റി ബസ്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ആക്ച്വലി എനിക്ക് ഇവിടുന്ന് ബീച്ചിലോട്ട് പോകുന്ന വഴി അറിയില്ല. സംഗതി ഇവിടെ കോഴിക്കോട് അടുത്താണ് കൂടെങ്കിലും, ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാനെപ്പോഴും ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോകാറുണ്ട്. വെറുതെ റിസ്ക് എടുക്കണ്ട, കാരണം ഇവിടെ കുറേ റോഡ് വൺ വേ ആണ്. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല, വട്ടം കറക്കേണ്ടി വരും. നാട്ടുകാരെ ഈ പറഞ്ഞ പോലെ തെറിയും ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഇവിടെ നാട്ടുകാർ അത്ര പറയുന്നവരല്ല, എന്നാലും നമ്മൾ കാരണം വേറെ ആൾക്കാർ ബുദ്ധിമുട്ടാകുമ്പോൾ അത് നമുക്കൊരു ഇതല്ലേ. ഞാൻ ജാക്കറ്റ് എടുക്കാന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു, പിന്നെ അത് ലെതർ ജാക്കറ്റും കൂടെയാണ്. അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീനാവണ്ടല്ലോ എന്ന് വിചാരിക്കും. കാരണം എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ ബാംഗ്ലൂരിലോട്ട് തിരിച്ച് പോവുകയും വേണം. അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. ബീച്ചിലോട്ടുള്ള റോഡാട്ടോ അത്.
എത്ര ആളുകൾ അറിയാം. സൈക്ലിംഗ്. സോ നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവരിവിടെ എത്തിക്കഴിഞ്ഞുണ്ട്. ഇതല്ല നല്ലത് നല്ലത്. ഹായ്. അതിനുള്ളിൽ ഡോക്ടറെ സ്വഭിക്കാൻ വന്നിട്ട് ഇവിടെ കയറിയിരിക്കും. വൈഷാമുണ്ട്, ബാബുക്കുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും നമ്മൾ ഷെഫീഖും കൂടെ സ്റ്റാർബക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെയുള്ള വണ്ടികളാണ് വന്നത്. Z800, Z1000, Z900, 2 GS വരുന്നുണ്ട്. നിഞ്ച 1000 SX വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ 10R എന്തുപറ്റി? അപ്പം ഇനി എന്താണ് ആക്ച്വൽ പരിപാടി എന്നുള്ള വലിയ ധാരണ ഒന്നുമില്ല. കാരണം നമ്മളുടെ കൂടെ ഒരു താറുണ്ട്. ഇവിടെ ക്യാമറ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. ഈ കാണുന്ന ഈ പുള്ളിയുടെ ഒരു ജിം എന്തോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്, സെറ്റപ്പാണ് കാണുന്നത്. എനിക്കും വലിയ ധാരണ ഒന്നുമില്ല. നമ്മളങ്ങനെ ലൈനപ്പ് ആയിട്ടുണ്ട്. Z1000 കേട്ടോ, ഒരു രക്ഷയില്ല, മാരക ലുക്ക്. പിന്നെ നമ്മളെ ഫയർ ബ്ലേഡ് 10R, നിഞ്ച 1000 SX, Z800, Z900, 2 GS. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുള്ള ഏതോ പോക്കറ്റ് റോഡിലോട്ടായി പോകുന്നപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. നമ്മൾ ആ താറത ഫ്രണ്ട് പോകുന്നുണ്ട്. സർവീസ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വേറെ എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. സോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.